ഇ.പി. ജാവേദ്കർ കൂടിക്കാഴ്ച ചർച്ച ചൂടുപിടിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. പുറത്തുവരുന്ന വാർത്തകൾക്ക് അധിക ആയുസില്ലെന്നും കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിയുന്നത് അത്ര നിസ്സാരമല്ലെന്നും ഇ.പി. മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങൾ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ്. മാധ്യമങ്ങൾ നിഷ്പക്ഷമായി ഇക്കാര്യം അന്വേഷിക്കണം. എന്നെപ്പോലൊരാൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ കാണുന്നത്? BJP-യിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ഇ.പി. ജയരാജൻ തള്ളി. അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും BJP-യിൽ ചേരുമോ? ഞാൻ BJP-യിൽ ചേരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നും ഇ.പി. ചോദിച്ചു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ശോഭാ സുരേന്ദ്രൻ എന്ന സ്ത്രീയെ ഞാൻ ഇതുവരെ ഒരു സ്ഥലത്ത് വെച്ചും നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നുവരെ അവർ പറയുന്ന ഹോട്ടലിൽ പോയിട്ടില്ല. എന്ത് കാര്യത്തിനാണ് ഞാൻ കാണേണ്ടത്? ഞാൻ BJP-യിൽ ചേരാനോ? അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും BJP-യിൽ ചേരുമോ എന്നായിരുന്നു ഇ.പി.യുടെ മറുചോദ്യം. തനിക്കെതിരെയുള്ള ആസൂത്രിതമായ പദ്ധതിയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ വരുന്നത്. ഒരാൾ എന്നെ വന്നു കാണുന്നത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നും പാർട്ടി നേതാക്കന്മാർ പലരെയും കാണാറുണ്ട്. ഞങ്ങളെ പലരും വന്ന് കാണാറുമുണ്ട്. അതൊക്കെ പാർട്ടിയെ അറിയിക്കുന്നത് എന്തിന് എന്ന് ഇ.പി. ചോദിച്ചു. ദല്ലാൾ എന്തിനാണ് മുൻ കേന്ദ്രമന്ത്രിയുമായി വന്നത്? ദല്ലാളുമായി ഒരു അമിത ബന്ധവുമില്ലെന്നും ഇ.പി. പറഞ്ഞു. എന്നാൽ ഇന്ന് നടക്കുന്ന CPM-ന്റെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജാവേദ്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യും. കഴിഞ്ഞ വർഷം മാർച്ച് 5-ാം തീയതിയാണ് BJP-യുടെ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലേക്ക് വന്നത്. പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനായി എത്തിയതായിരുന്നു താൻ. അപ്രതീക്ഷിതമായിട്ടാണ് ദല്ലാൽ നന്ദകുമാറും ജാവേദ്കറും കയറി വന്നത്. ആദ്യം അത്ഭുതം തോന്നി. ജാവേദ്കർ തന്നെയാണോ എന്ന് സംശയിച്ചു. ഈ വഴി പോയപ്പോൾ താൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വന്നതാണെന്നായിരുന്നു ജാവേദ്കർ പറഞ്ഞത്. നാഷണൽ ഹൈവേയുടെ അടുത്തു തന്നെയാണ് ഈ ഫ്ളാറ്റ്. BJP-യുടെ ചുമതലക്കാരനായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായെങ്കിലും ഇ.പി. ജയരാജനെ പരിചയപ്പെട്ടിട്ടില്ല എന്ന് ജാവേദ്കർ പറഞ്ഞു. ചായ കുടിക്കാൻ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം നിരസിച്ചു. തുടർന്നൊരു പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് താൻ ഇറങ്ങി. അവർ അവരുടെ വഴിക്കും താൻ തന്റെ വഴിക്കും പോയെന്ന് ഇ.പി. മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്നാണ് താൻ CPM വിട്ട് BJP-യിലേക്ക് പോകാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരണങ്ങൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ വാർത്ത പ്രചരിപ്പിച്ചത് ആസൂത്രിതമായാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് വിരോധികളായ ചില മാധ്യമങ്ങളും K. സുധാകരനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള രാഷ്ട്രീയക്കാരുമാണ് പിന്നിലെന്ന് ഇ.പി. ജയരാജൻ പ്രതികരിച്ചിരുന്നു.